ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൊലയാളി തിമിംഗലം അല്ലെങ്കിൽ കില്ലർ വെയിൽ എന്ന ജീവിയെ പറ്റിയാണ്. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും കാണപ്പെടുന്ന ഡോൾഫിൻ കുടുംബത്തിലെ ഏറ്റവും വലിയ അംഗമാണ് കില്ലർ തിമിംഗലം അഥവാ ഓർക്ക. കറുത്ത ശരീരവും അടിഭാഗത്ത് വെളുത്ത പാടുകളുമുള്ള ഈ ജീവികൾ വളരെയധികം ബുദ്ധിശാലികളും മനുഷ്യരോട് നന്നായി ഇണങ്ങുന്നവയുമാണ്. ഈ കില്ലർ തിമിംഗലങ്ങൾ മാംസഭോജികളാണ്. ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് വെച്ചാൽ മീനുകൾ, കടൽ സിംഹം, സീലുകൾ, മറ്റ് തിമിംഗലങ്ങൾ എന്നിവയാണ്. കൊലയാളി തിമിംഗലം എന്ന് പറയുന്ന ഇവയുടെ ശാസ്ത്രനാമം ഒറിനസ് ഓർക്ക എന്നാണ്. പേരിൽ തിമിംഗലം എന്ന് ഇവയെ പറയാറുണ്ടെങ്കിലും ഇവ തിമിംഗലങ്ങളുടെ ജനസിൽപ്പെട്ടവയല്ല. മനുഷ്യരോട് നന്നായി ഇണങ്ങുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതുകൊണ്ട് ഓർക്കകളെ പരിശീലിപ്പിച്ച് ചില സമുദ്രജീവി പ്രദർശനശാലകൾ ഇവയുടെ പ്രദർശനങ്ങൾ നടത്തി വരാറുണ്ട്. കറുപ്പും വെളുപ്പും ഇടകലർന്ന ശരീരമുള്ള ഇവയുടെ മുതുകിലെ വലിയ ചിറകിന് ആൺ തിമിംഗലങ്ങളിൽ 1.8 മീറ്റർ നീളം വരെ ഉണ്ടാവാറുണ്ട്. കടും കറുത്ത ശരീരത്തിൽ കണ്ണുകൾക്ക് പിന്നിലായി ദീർഘവൃത്താകൃതിയിലുള്ള വെള്ളപ്പാടും മുതുകിലെ ചിറകിന് പിന്നിൽ ഇരുവശങ്ങളിലായി ചാരനിറമുള്ള പാടുകളുമുണ്ട്. നെഞ്ചിന് വെള്ള നിറമാണ്. വശങ്ങളിൽ വെള്ളപ്പാടും ഉരുണ്ട തുടകളുമുണ്ട്. ആണിന് പെണ്ണിനേക്കാൾ വലുപ്പവും തൂക്കവും കൂടും. അതുപോലെ മുതുകിൽ നീളം കൂടുതൽ ഉള്ളതും നേരെ ഉള്ളതുമായ ചിറകുകൾ ഉണ്ട്. അഭ്യാസപാഠവും ജിജ്ഞാസയുമുള്ളവ ഇവ പലപ്പോഴും ബോട്ടുകളെയും മനുഷ്യരെയും സമീപിക്കാറുണ്ട്. അത്ര ശക്തിയിലല്ല വെള്ളം ചീറ്റുന്നത്. തിമിംഗലങ്ങൾക്ക് പൊതുവെയുള്ള മറ്റ് സ്വഭാവങ്ങളായ വേഗത്തിലുള്ള നീന്തൽ, ജലോപരിതലത്തിലേക്കുള്ള കുതിച്ചുയരൽ, വാൽ കൊണ്ടുള്ള പ്രഹാരം, തുഴകൾ കൊണ്ടുള്ള വീശിയടി മുതലായവ ഇവ പ്രദർശിപ്പിക്കാറുണ്ട്. ഇവയുടെ ശരീരത്തിൻ്റെ മൊത്തം നീളം വരുന്നത് 5.5 മീറ്റർ മുതൽ 9.8 മീറ്റർ വരെയും ഇവയുടെ തൂക്കം വരുന്നത് 2600 കിലോഗ്രാം മുതൽ 9000 കിലോഗ്രാം വരെയുമാണ്. ഇവയുടെ ആവാസം കാണാൻ കഴിയുന്നത് കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ മാറി താഴ്ചയുള്ള തണുപ്പുള്ളതുമായ ഉൾക്കടൽ മേഖലകളാണ്. ഇവയ്ക്ക് പടപ്പാളിയ വാളുകൾ എന്നും വിളിപ്പേരുണ്ട്. സാമൂഹികമായ ജീവികളായ ഇവരുടെ കുടുംബ കൂട്ടായ്മകളെ വിളിക്കുന്ന പേരാണ് പോഡ്. ഈ പോഡിൽ 5 മുതൽ 40 അംഗങ്ങൾ വരെ കാണാനായി കഴിയും. ഈ കൂട്ടായ്മയിൽ സ്ത്രീകളാണ് തലവനായി പ്രവർത്തിക്കാറുള്ളത്. ഈ പോഡുകൾ തമ്മിൽ സമ്പർക്കം സ്ഥാപിക്കാനുള്ള ശബ്ദങ്ങളും രീതിയും ഇവയ്ക്കുണ്ട്. കുട്ടികളെ വളർത്തുന്നതിനും പഠനത്തിനും ഈ കൂട്ടർ വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ട്. സാധാരണ വേപ്പുകൾ, കിളികൾ, റോഫൽഡിങ്ങുകൾ തുടങ്ങിയ ശബ്ദങ്ങൾ ഇവ പുറപ്പെടുവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.